നമസ്കാരം. തിയറി ബേസ് ഓഫ് അക്കൗണ്ടിങ്ങിൻ്റെ അവസാനത്തെ ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ലാസ്റ്റിലെ 3 ടോപ്പിക്കുകളാണ് ഡിസ്കസ് ചെയ്യുന്നത്. ഒന്ന് അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്സ് ആണ്, 2 ഇൻ്റർനാഷണൽ ഫിനാൻഷ്യൽ റിപ്പോർട്ടിംഗ് സ്റ്റാൻഡേർഡ്സ് IFRS, അവസാനമായിട്ട് GST ഗുഡ്സ് ആൻഡ് സർവീസ് ടാക്സ്. അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്സ് ആർ റിട്ടൺ സ്റ്റേറ്റ്മെൻറ്റ്സ് issued from time to time by institutions of accounting professionals specifying uniform rules or practices for drawing the financial statement. ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് പ്രിപ്പറേഷൻ ആവശ്യമായിട്ടുള്ള ചില റൂളുകൾ അല്ലെങ്കിൽ പ്രാക്ടീസസുകൾ മെൻഷൻ ചെയ്തിട്ടുള്ള റിട്ടേൺ സ്റ്റേറ്റ്മെൻറ്റ്സിനെയാണ് നമ്മൾ അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ് എന്ന് പറയുന്നത്. അക്കൗണ്ടിങ് പ്രിൻസിപ്പിൾസും കൺവെൻഷൻസും അല്ലെങ്കിൽ കോൺസെപ്റ്റുകളൊക്കെ വളരെ ജനറൽ ആയിട്ടുള്ള ചില ഗൈഡ് ലൈൻസാണ് നൽകുന്നതെങ്കിൽ അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്സിലേക്ക് എത്തുമ്പോഴത്തേക്ക് അത് വളരെ സ്പെസിഫിക് ആയിട്ടുള്ള റൂൾസുകളാണ് അല്ലെങ്കിൽ പ്രാക്ടീസസാണ് അത് പ്രതിപാദിക്കുന്നത്. ഇത് ഇഷ്യൂ ചെയ്യുന്നത് അല്ലെങ്കിൽ ഇതിൻ്റെ അതോറിറ്റി എന്ന് പറയുന്നത് ഇന്ത്യയിൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ചാർട്ടേഡ് അക്കൗണ്ട്സ് ഓഫ് ഇന്ത്യ ആണ്. ഓരോ രാജ്യങ്ങൾക്കും അവരുടേതായിട്ടുള്ള അക്കൗണ്ടിങ് അസോസിയേഷൻസ് ഉണ്ടാവുമെന്നാണ് മനസ്സിലാക്കാൻ പറ്റുന്നത്. ഇനി നമുക്ക് അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്സിൻ്റെ ലക്ഷ്യങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ഒന്നാമതായിട്ട് പറയുന്നത് അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്സ് ആർ റിക്വയർഡ് ടു ബ്രിങ് യൂണിഫോമിറ്റി ഇൻ അക്കൗണ്ടിങ് പ്രാക്ടീസസ് ആണ്. അക്കൗണ്ടിങ് പ്രാക്ടീസസിൽ ഒരു യൂണിഫോമിറ്റി കൊണ്ടുവരിക എന്നുള്ളതാണ്. എല്ലാ സ്ഥാപനങ്ങളിലും ഒരുപോലെയുള്ള പ്രാക്ടീസസ് എൻഷുർ ചെയ്യാം. രണ്ടാമതായിട്ടുള്ള ലക്ഷ്യമായിട്ട് പറയുന്നത് ടു ഇംപ്രൂവ് റിലയബിലിറ്റി ഓഫ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻ്റ് ആണ്. ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റിൻ്റെ റിലയബിലിറ്റി വർദ്ധിപ്പിക്കുക എന്നുള്ളത് അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡിൻ്റെ ലക്ഷ്യമായിട്ട് പറയാവുന്നതാണ്. മൂന്നാമതായിട്ട് പറയുന്ന ഒരു ലക്ഷ്യം ടു പ്രിവെൻറ്റ് ഫ്രോഡ്സ് ആൻഡ് മാനിപ്പുലേഷൻസ് ആണ്. അക്കൗണ്ടിങ്ങിൽ വരുന്ന കൃത്രിമത്വത്തെയൊക്കെ തടയുക എന്നുള്ളത് അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡിൻ്റെ ഒരു ലക്ഷ്യമാണ്. അവസാനമായിട്ട് ഓഡിറ്റേഴ്സിനെയും ഓഡിറ്റിംഗ് പ്രോസസ്സിനെയും അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ് ഹെൽപ്പ് ചെയ്യുന്നു എന്ന് പറയാം. ഇനി അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്സിൻ്റെ ബെനിഫിറ്റ്സ് അല്ലെങ്കിൽ അതിൻ്റെ അഡ്വാൻറ്റേജസ് എന്തൊക്കെയാണെന്ന് ചോദിക്കുകയാണെങ്കിൽ ഈ സെയിം പോയിൻറ്റ്സ് വെച്ചുകൊണ്ട് തന്നെ നമുക്ക് അതിന് ആൻസർ ചെയ്യാൻ പറ്റും. സേ ഫോർ എക്സാമ്പിൾ, അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ് ഹെൽപ്സ് ടു എൻഷുർ യൂണിഫോമിറ്റി ഇൻ അക്കൗണ്ടിങ് പ്രാക്ടീസസ്. അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ് ഹെൽപ്സ് ടു ഇംപ്രൂവ് റിലയബിലിറ്റി ഓഫ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്, ഹെൽപ്സ് ടു പ്രിവെൻറ്റ് ഫ്രോഡ്സ് ആൻഡ് മാനിപ്പുലേഷൻ. അങ്ങനെ ആ രീതിയിൽ നമുക്ക് ഇതേ പോയിൻ്റ് വെച്ചിട്ട് അതിൻ്റെ അഡ്വാൻറ്റേജ് ആയിട്ടും എഴുതാവുന്നതാണ്. അടുത്തത് IFRS ആണ്, ഇൻ്റർനാഷണൽ ഫിനാൻഷ്യൽ റിപ്പോർട്ടിംഗ് സ്റ്റാൻഡേർഡ്. എന്താണ് IFRS എന്ന് ചോദിക്കുകയാണെങ്കിൽ വളരെ സിമ്പിളായിട്ട് ഇങ്ങനെ പറയാം. IFRS ആർ എ സെറ്റ് ഓഫ് അക്കൗണ്ടിംഗ് സ്റ്റാൻഡേർഡ്സ് ഡെവലപ്ഡ് ബൈ ഇൻ്റർനാഷണൽ അക്കൗണ്ടിംഗ് സ്റ്റാൻഡേർഡ് ബോർഡ് IASB സെറ്റ് ചെയ്തിട്ടുള്ള അക്കൗണ്ടിംഗ് സ്റ്റാൻഡേർഡ്സിനെയാണ് ഇൻ്റർനാഷണൽ ഫിനാൻഷ്യൽ റിപ്പോർട്ടിംഗ് സ്റ്റാൻഡേർഡ് എന്ന് പറയുന്നത്. ഗ്ലോബലൈസേഷൻ്റെ ഫലമായിട്ട് മൾട്ടിനാഷണൽ കമ്പനികൾ വരുന്നു, ഇൻ്റർനാഷണൽ ട്രേഡുകൾ കൂടുതൽ സജീവമാവുന്നു. അതിൻ്റെ അടിസ്ഥാനത്തിൽ ലോകത്തിൻ്റെ എല്ലാ ഇടങ്ങളിലും ഒരേ അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ് ഫോളോ ചെയ്യേണ്ട ആവശ്യം വരികയും അങ്ങനെ IFRS നിലവിൽ വരികയും ചെയ്യുന്നു. ഇന്ത്യ വളരെ റീസെൻ്റ്ലി IFRS ഇംപ്ലിമെൻറ്റ് ചെയ്തു എന്ന് പറയാം. ഗ്ലോബൽ വില്ലേജ് എന്നുള്ള രീതിയിലേക്ക് ലോകം മാറിക്കൊണ്ടിരിക്കുമ്പോൾ തീർച്ചയായിട്ടും ഇത്തരത്തിലുള്ള ഇൻ്റർനാഷണൽ ഫിനാൻഷ്യൽ റിപ്പോർട്ടിംഗ് സ്റ്റാൻഡേർഡ്സിൻ്റെ റെലവൻസ് വർദ്ധിക്കുന്നുവെന്ന് പറയാം. ഇവിടെ IFRSഉം ഇന്ത്യൻ അക്കൗണ്ടിംഗ് സ്റ്റാൻഡേർഡും തമ്മിലുള്ള വ്യത്യാസം വളരെ സൂക്ഷ്മമായിട്ട് നോക്കുന്ന സമയത്ത് കാണാൻ കഴിയുന്നത് ഇന്ത്യൻ അക്കൗണ്ടിംഗ് സ്റ്റാൻഡേർഡ്സ് അധികവും റൂൾ ബേസ്ഡ് ആയിരുന്നു എന്നുള്ളതാണ്. എന്നാൽ IFRS കുറച്ചുകൂടി പ്രിൻസിപ്പിൾ ബേസ്ഡ് ഒരു അപ്രോച്ചാണ് ഇൻ്റർനാഷണൽ ഫിനാൻഷ്യൽ റിപ്പോർട്ടിംഗ് സ്റ്റാൻഡേർഡ് ഉപയോഗിക്കുന്നത്. മറ്റൊരു പ്രത്യേകതയായിട്ട് പറയുന്നത് ഇന്ത്യൻ അക്കൗണ്ടിംഗ് സ്റ്റാൻഡേർഡ് അസറ്റുകളുടെ വാല്യുവേഷന് വേണ്ടി ഹിസ്റ്റോറിക്കൽ കോസ്റ്റ് കോൺസെപ്റ്റുകൾ തന്നെയാണ് ഉപയോഗിക്കുന്നതെങ്കിൽ IFRS ഫെയർ വാല്യുവേഷൻ ഓഫ് അസറ്റാണ് ഡിമാൻഡ് ചെയ്യുന്നതെന്നുള്ളതാണ്. മറ്റതെല്ലാം ഇന്ത്യൻ അക്കൗണ്ടിംഗ് സ്റ്റാൻഡേർഡും IFRSഉം തമ്മിൽ ഏറെക്കുറെ സെയിം തന്നെയാണ്, വലിയ മാറ്റങ്ങളൊന്നും വരുന്നില്ല എന്ന് മനസ്സിലാക്കാം. അത്തരത്തിലുള്ള ഡീറ്റെയിൽഡ് അനാലിസിസിലേക്ക് നമുക്ക് ഹയർ സ്റ്റഡീസിലാണ് വരുന്നത്. ഇവിടെ +1 ഈ ഒരു ഭാഗത്തുനിന്ന് വരുന്ന ക്വസ്റ്റ്യൻസ് എന്താണ് അക്കൗണ്ടിംഗ് സ്റ്റാൻഡേർഡ്, എന്താണ് IFRS എന്നുള്ള രീതിയിലേക്കാണ് ചോദ്യങ്ങൾ വരാറുള്ളത്. അക്കൗണ്ടിംഗ് സ്റ്റാൻഡേർഡ്സിൻ്റെ ഒബ്ജക്റ്റീവ്സ് എന്തൊക്കെയാണ്, ബെനിഫിറ്റ്സ് എന്തൊക്കെയാണെന്നുള്ള രീതിയിലൊക്കെ ചോദ്യങ്ങൾ വരാറുണ്ട്.
അപ്പം അതിൻ്റെ അഡീഷണലായിട്ട് ടെക്സ്റ്റ് ബുക്കിൽ IFRSൻ്റെയും ഇന്ത്യൻ അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്സിൻ്റെയും സ്റ്റാൻഡേർഡുകളുടെ ലിസ്റ്റ് ഉണ്ട്. അത് നിങ്ങൾ ജസ്റ്റ് ഒന്ന് വായിച്ചിടുന്നത് നല്ലതാണ്. പരീക്ഷയ്ക്ക് ആ ഭാഗങ്ങളിൽ നിന്നൊന്നും വളരെ റീസെൻ്റായിട്ട് ചോദ്യങ്ങളൊന്നും വന്നതായിട്ട് കണ്ടിട്ടില്ല. കാരണം ഡീറ്റെയിൽഡായിട്ട് ഒരുപാട് അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡുകളെക്കുറിച്ച് അതിൽ പറയുന്നുണ്ട്. അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ് 1 എന്താണ് പറയുന്നത്, സ്റ്റാൻഡേർഡ് 2 എന്താണ് പറയുന്നത് എന്നുള്ള രീതിയിൽ. അപ്പോൾ ഇത്രയാണ് IFRSനെ കുറിച്ചും അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്സിനെ കുറിച്ചും പറയാനുള്ളത്. സോ ദ ലാസ്റ്റ് ടോപ്പിക് ഇറ്റ് ഈസ് GST ആണ്, ഗുഡ്സ് ആൻഡ് സർവീസ് ടാക്സ്. ഇത് നമ്മുടെ സിലബസിൽ വളരെ കഴിഞ്ഞ വർഷം ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള ടോപ്പിക് കൂടിയാണ് GST എന്ന് പറയുന്നത്. ഗുഡ്സ് ആൻഡ് സർവീസ് ടാക്സ് എന്താണ് GST എന്ന് ചോദിക്കുകയാണെങ്കിൽ നമുക്ക് വളരെ സിമ്പിളായിട്ട് ഇങ്ങനെ പറയാം. ഗുഡ്സ് ആൻഡ് സർവീസ് ടാക്സ് ഈസ് എൻ ഇൻഡയറക്റ്റ് ടാക്സ് യൂസ്ഡ് ഇൻ ഇന്ത്യ ഫോർ ദി ഓൺ ദി സപ്ലൈ ഓഫ് ഗുഡ്സ് ആൻഡ് സർവീസസ്. ഗുഡ്സ് ആൻഡ് സർവീസസിൻ്റെ സപ്ലൈയിൽ ഇന്ത്യയിൽ ചാർജ് ചെയ്യുന്ന ഒരു ഇൻഡയറക്റ്റ് ടാക്സിനെയാണ് GST എന്ന് പറയുന്നത്, ഗുഡ്സ് ആൻഡ് സർവീസ് ടാക്സ് എന്ന്. നമ്മൾ കൊടുക്കുന്ന ടാക്സുകൾ രണ്ടായിട്ട് തരംതിരിക്കാറുണ്ട്. ടാക്സ് ഡയറക്റ്റ് ടാക്സ് എന്നും ഇൻഡയറക്റ്റ് ടാക്സ് എന്നും തരംതിരിക്കാം. ടാക്സ് കൊടുക്കുന്ന വ്യക്തി തന്നെയാണ് ഗവൺമെൻറ്റിലേക്ക് നേരിട്ട് നൽകുന്നതെങ്കിൽ അതിൻ്റെ ഉത്തരവാദിത്വം അദ്ദേഹത്തിന് തന്നെയാണെങ്കിൽ അതിന് ഡയറക്റ്റ് ടാക്സ് എന്ന് പറയും. ഇൻകം ടാക്സ്, വെൽത്ത് ടാക്സ് പോലുള്ള ടാക്സുകൾ നമ്മൾ തന്നെ അതിൻ്റെ റിട്ടേൺസ് കൊടുക്കുന്നു, ഗവൺമെൻറ്റിലേക്ക് നേരിട്ട് കൊടുക്കുന്നു. അതേസമയത്ത് പണ്ടത്തെ സെയിൽസ് ടാക്സ് അല്ലെങ്കിൽ ഇപ്പോൾ GST നമ്മൾ പർച്ചേസ് ചെയ്യുന്ന സമയത്ത്, സാധനങ്ങൾ ഷോപ്പ് ചെയ്യുന്ന സമയത്ത് ഷോപ്പ് കീപ്പർക്കാണ് കൊടുക്കുന്നത്. ഷോപ്പ് കീപ്പർ നമ്മുടെ അടുത്ത് നിന്ന് കളക്ട് ചെയ്യുകയും അത് ഗവൺമെൻറ്റിലേക്ക് അടയ്ക്കേണ്ട ഉത്തരവാദിത്വം സെല്ലർക്കാണ് അല്ലെങ്കിൽ ഷോപ്പ് കീപ്പർക്കാണെന്നുള്ളതാണ്. അങ്ങനെയുള്ള ടാക്സിനെയാണ് ഇൻഡയറക്റ്റ് ടാക്സ് എന്ന് പറയുന്നത്. GST അത്തരത്തിലുള്ള ഒരു ടാക്സാണ്. കമ്പോണൻസ് ഓഫ് GST ആണ്. GSTക്ക് പ്രധാനമായിട്ട് 3 എലമെൻറ്റ്സ് ആണല്ലോ വരുന്നത്. CGST, SGST, IGST. നമുക്ക് ഓരോന്നും എന്താണെന്ന് ശരിക്കും മനസ്സിലാക്കാം. CGST മീൻസ് സെൻട്രൽ ഗുഡ്സ് ആൻഡ് സർവീസ് ടാക്സ് ആണ്. ഈ ടാക്സ് കളക്റ്റഡ് അണ്ടർ CGST വിൽ ബി ദ റവന്യൂ ഓഫ് ദി സെൻട്രൽ ഗവൺമെൻറ്. CGSTയിൽ നിന്ന് കിട്ടുന്ന വരുമാനം സെൻട്രൽ ഗവൺമെൻറ്റിനാണ് അതിൻ്റെ റവന്യൂ പോകുന്നത്. അതേസമയം SGST എന്ന് പറഞ്ഞാൽ സ്റ്റേറ്റ് ഗുഡ്സ് ആൻഡ് സർവീസ് ടാക്സ് ആണ്. ടാക്സ് കളക്റ്റഡ് ആസ് SGST വിൽ ബി ദ ഇൻകം ഓഫ് സ്റ്റേറ്റ് ഗവൺമെൻറ്. SGST ഇനത്തിൽ കളക്ട് ചെയ്യുന്ന റവന്യൂ സ്റ്റേറ്റ് ഗവൺമെൻറ്റിന് അർഹതപ്പെട്ടതാണ്. മറ്റൊരു എലമെൻറ്റ് വരുന്നത് IGST എന്നാണ്. IGST എന്ന് പറഞ്ഞാൽ ഇൻ്റഗ്രേറ്റഡ് ഗുഡ്സ് ആൻഡ് സർവീസ് ടാക്സ് ആണ്. ടാക്സ് കളക്റ്റഡ് ത്രൂ IGST ഈസ് ഷെയർഡ് ബൈ ദി സെൻട്രൽ ആൻഡ് സ്റ്റേറ്റ് ഗവൺമെൻറ്. സ്റ്റേറ്റ് ഗവൺമെൻറ്റും സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ ഇടയിൽ ഷെയർ ചെയ്യുന്ന ടാക്സാണ് IGST ആയിട്ട് വരുന്നത്. ഇപ്പോൾ ഇത്രയാണ് GSTയുടെ എലമെൻറ്റ്സ് ആയിട്ട് വരുന്ന CGST, SGST, IGSTയെ കുറിച്ച് പറയാനുള്ളത്. ഇനി GSTയുടെ പ്രത്യേകതകൾ എന്തൊക്കെയാണ് അല്ലെങ്കിൽ നേട്ടങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കുകയാണെങ്കിൽ ഒന്നാമതായിട്ട് പറയുന്നത് വൺ കൺട്രി വൺ ടാക്സ്. അതായത് അതുവരെ ഉണ്ടായിരുന്ന ഡിഫറെൻറ്റ് ടാക്സുകളെ അത് ഇൻ്റഗ്രേറ്റ് ചെയ്തിട്ട്, ഇൻഡയറക്റ്റ് ടാക്സുകളെ ഇൻ്റഗ്രേറ്റ് ചെയ്തിട്ട് ഒരൊറ്റ ടാക്സാക്കി ചുരുക്കി കൊണ്ടുവരാൻ നമുക്ക് GSTയിലൂടെ കഴിയും. രണ്ടാമതൊരു നേട്ടമായിട്ട് പറയുന്നത് സെൻട്രലൈസ്ഡ് ടാക്സ് സിസ്റ്റത്തിലൂടെ കാസ്കാഡിംഗ് എഫക്റ്റ്, ടാക്സ് ഓൺ ടാക്സ് അല്ലെങ്കിൽ ഡബിൾ ടാക്സേഷൻ നമുക്ക് ഒഴിവാക്കാൻ GSTയിലൂടെ കഴിഞ്ഞു എന്നാണ് പറയുന്നത്. മറ്റൊരു നേട്ടമായിട്ട് പറയുന്നത് GST സിസ്റ്റം ഹാസ് ഇംപ്രൂവ് ടാക്സ് കളക്ഷൻ മെക്കാനിസത്തിനെ സ്ട്രെങ്തൻ ചെയ്തു. ഇറ്റ് ഹെൽപ്സ് ടു ഇൻ്റഗ്രേറ്റ് ദ എൻറ്റയർ നേഷൻ ത്രൂ യൂണിഫോം ടാക്സ് റേറ്റ്. എല്ലാ സ്റ്റേറ്റുകളിലും ഒരു യൂണിഫോം ടാക്സ് റേറ്റ് കൊണ്ടുവരാൻ GSTക്ക് കഴിഞ്ഞു. ഇതൊക്കെ നമുക്ക് GSTയുടെ അഡ്വാൻറ്റേജസ് ആയിട്ട് അല്ലെങ്കിൽ അതിൻ്റെ പ്രത്യേകതകളായിട്ട് പറയാവുന്നതാണ്. തിയറി ബേസ് ഓഫ് അക്കൗണ്ടിങ് എന്നുള്ള ചാപ്റ്റർ ഇവിടെ അവസാനിക്കുകയാണ്. അപ്പോൾ നമ്മൾ 2 ചാപ്റ്ററുകൾ കഴിഞ്ഞു. 2 ചാപ്റ്ററുകൾ തിയറികളായിരുന്നു. ഇനി 3ാമത്തെ ചാപ്റ്ററിലാണ് റെക്കോർഡിംഗ് ഓഫ് ട്രാൻസാക്ഷൻ ആണ്. വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള അക്കൗണ്ടൻസിയുടെ പ്രോബ്ലംസ് തുടങ്ങുന്നത്. ശരിക്കും ദ റിയൽ ഗെയിം ബിഗിൻസ് വിത്ത് 3rd ചാപ്റ്റർ എന്ന് വേണമെങ്കിൽ പറയാം. അക്കൗണ്ടൻസിലെ രസകരമായ പ്രോബ്ലത്തിലേക്കും അതിൻ്റെ യഥാർത്ഥ സ്വഭാവം മനസ്സിലാക്കുന്ന രീതിയിലുള്ള ക്ലാസ്സുകളാണ് ഇനി നമുക്ക് പഠിക്കാനുള്ളത്. അടുത്ത ചാപ്റ്ററിൽ കാണാമെന്ന പ്രതീക്ഷയോടുകൂടി താങ്ക്സ് ഫോർ വാച്ചിങ്. താങ്ക് യു.